Federal Bank Speak for India, Kerala edition 2016 in association with Madhrubhumi. കേരളത്തിൽ നടക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് അഭിമാനകരമായ ഒരു വേദിയാണ് ഒരുക്കുന്നത്. ഓഗസ്റ്റ് 17 ഗ്രാൻഡ് മീഡിയ ലോഞ്ചോടെയാണ് നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു പരിപാടിയുടെ ആദ്യ ഘട്ടത്തിന് തിരിതെളിയുന്നത്. ഈ വേദിയിൽ നമ്മൾ കാണാൻ പോകുന്ന 8 ഫൈനലിസ്റ്റ് അവരെങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്, അവരെന്തൊക്കെ തരത്തിലുള്ള ഡിബേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എന്തൊക്കെ ചാലഞ്ചിങ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഫേസ് ചെയ്യേണ്ടത്, ആ ജേർണി നമുക്കൊന്ന് കാണണ്ടേ. Federal Bank Speak for India, Kerala edition 2016 in association with Madhrubhumi. The CSR initiative of Federal Bank Hormuz Memorial Foundation started off in grand style. One of the most prestigious of its kind, the intercollegiate debate competition offers exciting cash prizes and gifts worth more than rupees 15 lakhs. With a theme of ensuring that every college student in India has their own viewpoint in any matter of concern, the third season was all set for a long journey. As part of the promotion, a theme song was launched by Mr. Raju Hormus, CSR head, Federal Bank Limited. After a successful registration phase, it was now time for the battle of words to begin. 50 blocks were created for the block level competitions. The block level competition was flagged off by Dr. Jacob Thomas, Vigilance Director of Kerala. 1,200 candidates were selected for the district level. The district level competition was inaugurated by Honorable Education Minister of Kerala, Sri C. Ravindranath. 252 participants advanced to the zonal level conducted at Kollam, Thrissur and Calicut. 32 candidates were selected for the semi-final that was held at Amrita School of Arts and Science in 2 rounds. 8 candidates made it to the grand finale after a blazing fight that lasted over 7 months. Here they are for the final face-off. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കണം. സീരിയസ്ലി ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു ജേർണി, ഇത്രയും ചാലഞ്ചിങ് ആയ തരത്തിലൊക്കെയാണ് അവർ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. It's time to introduce our eminent jury panelists of the day. Firstly, with great respect, Mr. Gigi Thompson sir, IAS. അടുത്തതായി Mr. Anand Neelakandan. So we welcome you with a lot of respect and applause, dear sir, Mr. Anand Neelakandan. Our third eminent jury member for today, Dr. Suresh Kumar. We welcome you to our wonderful event, sir. അടുത്തതായി Professor Gladys Isaac. We love to have your presence here, ma'am. Thank you very much for giving us your time and joining us on this event today. നമ്മുടെ ജഡ്ജസിനെയും പരിചയപ്പെട്ടു, നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ എല്ലാവരും ഡിഗ്നിറ്ററീസ് ഒക്കെ നന്നായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയാണ് നമ്മുടെ കോമ്പറ്റീഷൻ, നമ്മുടെ ഇവൻറ്റിൻ്റെ പ്രധാനമായ ഭാഗം. ഇനി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ക്യൂറേറ്റർ ആയിരിക്കും, Dr. Arun Kumar. Let's put your hands together to welcome Dr. Arun Kumar. I hand over the stage to him. Thank you very much. നമസ്കാരം ഫ്രണ്ട്സ്. ഈ മത്സരത്തിൻ്റെ നിബന്ധനകളെക്കുറിച്ച് ഒരു ചെറു വിവരണം. നമ്മൾ മത്സരാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തെ അനുകൂലിച്ചും എതിർത്തും സംസാരിക്കാൻ ഒരേ സമയം 2 പേർ നമ്മളോടൊപ്പം വേദിയിലുണ്ടാവും. 4 ആയി വിഷയത്തിന് അനുകൂലിച്ച് സംസാരിക്കുന്നയാൾ എൻ്റെ വലതുവശത്തുള്ള പോഡിയത്തിലും, എഗെയിൻസ്റ്റ് ആയി വിഷയത്തെ എതിർത്ത് സംസാരിക്കുന്നയാൾ എൻ്റെ ഇടതുവശത്തെ പോഡിയത്തിലും സന്നിഹിതനാകും. 4 സംസാരിക്കുന്നവരും എഗെയിൻസ്റ്റ് സംസാരിക്കുന്ന കാൻഡിഡേറ്റിനും ഓരോ മിനിറ്റ് വീതം സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കാൻ സമയം ലഭിക്കും. അതിനുശേഷം 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരസ്പര സംവാദമാണ്. ഇടയ്ക്ക് മോഡറേറ്ററായി ഞാൻ ഇടപെടും, ചിലപ്പോൾ സമയം അതിക്രമിക്കുകയാണെങ്കിലോ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിലോ മാത്രം. അതിനുശേഷം ഓരോ മത്സരാർത്ഥികളോടും
പ്രിയപ്പെട്ട ജഡ്ജസിന് 1 മിനിറ്റ് ചോദ്യം ചോദിക്കാവുന്നതാണ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റ് ഉത്തരം പറയാനുള്ള അവസരം 2 മത്സരാർത്ഥികൾക്കും ലഭിക്കും. ആദ്യ ഘട്ടം നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. ഈ മത്സരാർത്ഥികളെ വേദിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട്. Gender discrimination in the name of religion violates human rights. മതപരമായ ലിംഗവിവേചനം മനുഷ്യാവകാശം നടത്തുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം മാർവാനിയസ് കോളേജിൽ നിന്നും സിദ്ധാർത്ഥ് എം ജോയ്. ഞാൻ സിദ്ധാർത്ഥ് എം ജോയ്, കലാലയ സ്വപ്നങ്ങൾ പാറി നടക്കുന്ന ബദനിക്കുന്നിൻ്റെ മണ്ണിലെ മാർവാനിയസ് കോളേജിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ ഞങ്ങൾ കൂട്ടുകൂടും, പാട്ട് പാടും, ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യങ്ങളെ പറ്റി വരെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ചെറുതിലെ മുതൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഭാഷ നല്ലതായിരുന്നു. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൊഞ്ചലോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ട്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചിറ്റമാരും കുഞ്ഞമാരും മാമനും ഒക്കെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ ഇറങ്ങുന്നതും അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെയും അവർ തന്നൊരു സപ്പോർട്ടിൻ്റെയൊക്കെ ബലത്തിൽ നിന്നുകൊണ്ടാണ്. മതപരമായ ലിംഗവിവേചനം മനുഷ്യാവകാശത്തെ ഹനിക്കുന്നില്ല എന്ന വാദവുമായി നമ്മളോടൊപ്പം എത്തുന്നു കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും കുമാരി അശ്വിനി AP. ഞാൻ അശ്വിനി AP, കാലടി ശ്രീ സംസ്കൃത സർവകലാശാല. ഇവിടെ ഞാൻ MPhil ചെയ്യാണ്. മലയാളത്തിലാണ് MPhil ചെയ്യുന്നത്. മലയാളം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമരങ്ങളിലൊക്കെ അശ്വിനി പങ്കെടുക്കാറുണ്ട്. നല്ല വിജയമായിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ. അശ്വിനിയുടെ വിജയം ഒരു അനിവാര്യതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. മലയാളം ഭാഷയും സാഹിത്യവും കലയും പാട്ടും കവിതയും ഇത്തിരി ഡാൻസും ഒക്കെ ചേർന്ന ഒരു ലോകമാണ് എൻ്റെ ഈ ചെറിയ ലോകം. ഇതാണ് എൻ്റെ ജീവിതം. Fine. Ready? Comfortable? Then your time starts now. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് മനുസ്മൃതിയിലും സ്ത്രീയെ നിയന്ത്രിക്കേണ്ടത് പുരുഷന്റെ അധികാരമാണെന്ന് ഖുറാനിലും സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷനിൽ നിന്നാണെന്ന് ബൈബിളും എന്നെ അടിമയായും സ്ത്രീയായും ജനിപ്പിക്കാത്തതിന് നന്ദി എന്ന് ജൂത പ്രാർത്ഥനയും ഉദ്ബോധനം ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ മതങ്ങളും ഹസ്തദാനം നടത്തുന്നത് ലിംഗവിവേചനത്തിന്റെ കാര്യത്തിലാണെന്ന് പറയേണ്ടി വരിക. മാത്രമല്ല, തൃതീയ പ്രകൃതി എന്ന പേരിലും മുഖന്നാത്തുൻ എന്ന പേരിലും ഖാനിത്ത് എന്ന പേരിലും ഭിന്നലിംഗക്കാരെ പാപജന്മങ്ങളാക്കി പാർശ്വവൽക്കരിക്കുന്ന മതങ്ങളിൽ എവിടെയാണ് മനുഷ്യാവകാശം? ജീവിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. ദുർമന്ത്രവാദിനി എന്നാരോപിച്ച് മതമേലാളന്മാർ ചുട്ടുകൊന്ന ജോവാൻ ഓഫ് ആർക്കിനും ഉണ്ടായിരുന്നു ജീവിക്കുവാനുള്ള അവകാശം. സതി എന്ന ദുരാചാരത്തിന്റെ അഗ്നിയിൽ വെന്തുമരിച്ച രൂപ് കൻവാറിനെ പോലെ ആയിരക്കണക്കിന് സഹോദരിമാർക്കുണ്ടായിരുന്നു ജീവിക്കുവാനുള്ള അവകാശം. അതേപോലെ ഭർത്തൃപിതാവ് ബലാത്സംഗം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടിയും വന്ന ഇമ്രാനയുടെ അവകാശങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. സഹസ്രാബ്ദങ്ങളായി പാരമ്പര്യമായി വന്ന പ്രത്യയശാസ്ത്രങ്ങളെ ടെക്സ്റ്റ് ഓഫ് ടൈമിലൂടെ അതിജീവിച്ച മതം ലിംഗപരമായ വിവേചനമല്ല നടത്തുന്നത്, മറിച്ച് ലിംഗപരമായ സമാനതകളുടെ അടിസ്ഥാനത്തിൽ കർമ്മത്തെയും ധർമ്മത്തെയും നിഷ്ഠകളെയും ചിട്ടപ്പെടുത്തി ജീവിതത്തെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നത് എൻ്റെ ഒന്നാമത്തെ വാദം. ശബരിമലയിൽ ആണുങ്ങൾ പുരുഷന്മാർ പോകുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയിടാൻ പോകുന്നത് സ്ത്രീകളാണ്. കൊട്ടംകുളങ്ങര ക്ഷേത്രത്തിലെ അർദ്ധനാരീശ്വര സങ്കല്പം ട്രാൻസ്ജെൻഡറുകളെ അടയാളപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ വ്യത്യസ്ത മാനങ്ങളിൽ നിന്നുകൊണ്ട് മതം ജീവിതത്തെ ചട്ടപ്പെടുത്തുകയും കൃത്യമായ ക്രമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എല്ലാവരും തുല്യരാണ്, അതേസമയം എല്ലാവരും വ്യത്യസ്തരാണ്. ലിംഗപരമായി സാമൂഹികപരമായി അവരുടെ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മതം കൃത്യമായ ജീവിത ചട്ടക്കൂടുകൾ നിർമ്മിക്കുമ്പോൾ മതപരമായ ലിംഗവിവേചനം ഇവിടെ ഇല്ല. അത് മനുഷ്യാവകാശ ലംഘനമല്ല, സവിശേഷതകളുടെ വിഭജനം മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ ഒന്നാമത്തെ വാദം ഇവിടെ സമർത്ഥിക്കുന്നു. ഗാന്ധിജി അതുകൊണ്ടാണ് പറഞ്ഞത് മതത്തെയും രാഷ്ട്രത്തെയും ഞാൻ രണ്ടായി നോക്കിക്കാണുമെന്ന്. Now time for the debate, please. 1981 ഫെബ്രുവരി 24 കേരള ഹൈക്കോടതി വിധി വന്ന ഒരു കേസുണ്ട്. മേരി റോയ്, അരുന്ധതി റോയുടെ അമ്മ കൊടുത്ത മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. 1992 കൊല്ലവർഷം നിലവിൽ വന്ന തിരുവിതാംകൂർ ക്രിസ്തീയ സ്വത്തവകാശ നിയമം. അത് പ്രകാരം ഒരു പുത്രന് കിട്ടുന്ന സ്വത്തിന്റെ, പിതൃസ്വത്തിന്റെ, കൃത്യമായി തുല്യത വേണ്ട പിതൃസ്വത്തിന്റെ ഏതാണ്ട് 4/1 മാത്രമാണ് പുത്രിക്ക് കിട്ടുന്നത്. ഇവിടെയാണോ കർമ്മവും ധർമ്മവും വ്യത്യസ്തപ്പെടുന്നത് എന്നെ സുഹൃത്തൊന്ന് ക്ലാരിഫൈ ചെയ്യാം.
അശ്വിനി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, മതങ്ങൾ കാലഘട്ടങ്ങൾക്കനുസരിച്ചാണ് അവരുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു പുരുഷന് സ്വത്ത് കൊടുക്കുമ്പോൾ സ്ത്രീ അവളുടെ സ്വത്തുമായി പോയി ഇരട്ടി സ്വത്തുകളുടെ സംയോജനം ഉണ്ടാകുന്നതിന് പകരം വാർദ്ധക്യത്തിൽ അച്ഛനെയും അമ്മേനെയും നോക്കുവാനുള്ള ചുമതല പുരുഷനിൽ മതങ്ങൾ അന്ന് ഏൽപ്പിച്ചതിന്റെ ഭാഗമായാണ് അങ്ങനെ ഒരു നിയമം വന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അതേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതപരമായ ലിംഗവിവേചനമല്ല, സവിശേഷതകളുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളിലൂടെ മതങ്ങൾ കടന്നു പോകുന്നു. ഒന്നോ രണ്ടോ വ്യക്തികൾ മോശം സുഹൃത്തേ, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയരുത്. മതം എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞു വരുന്നത് മതം എന്ന് പറഞ്ഞത് മനസ്സിൽ ഉറച്ചുപോയ ഒന്നാണെന്നാണ്. എന്നാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. മതം ഉറച്ചുപോയ ഒരു ശിലയാവരുത്, അത് വികസിക്കുന്ന ഒരു സംസ്കാരമാവണം. സംസ്കാരം കാലഘട്ടങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. 50 വർഷം മുമ്പേ, ഞാൻ ജനിക്കുന്ന 50 വർഷം മുമ്പേ ഞാൻ ചിന്തിക്കേണ്ട, ഞാൻ ജനിച്ചു വീഴേണ്ട മതത്തിന്റെ ആദ്യ കണ്ണി ഇവിടെ വീണ് കഴിഞ്ഞിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, തത്തയെ പിടിച്ച് കൂട്ടിലടയ്ക്കാം, പക്ഷേ പരുന്തിനോളം പറക്കണമെന്ന് അതിനോട് വാശി പിടിക്കാൻ പറ്റില്ല. കോഴിയെ റാഞ്ചാൻ നമുക്ക് വിടാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായി ലിംഗവിവേചനം മതപരമല്ല, അത് വ്യക്തിനിഷ്ഠമായ ചിലരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുണ്ടാകുന്നതാണ്. സവിശേഷതകളുടെ അടിസ്ഥാനത്തിലുള്ള കർമ്മപ്പെടുത്തൽ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഞാൻ ഒരു കാര്യം, ഒരു സഹോദരി, ഒരു ചോദ്യം. തത്ത ശബരിമലയിലും ഹാജി അലി ദർഗയിലും സ്ത്രീകൾ തത്തകളും പുരുഷന്മാർ പരുന്തുവാണെന്ന് പറയുന്നത് തന്നെയാണ് വിവേചനം. അവിടെ വ്യത്യസ്തമാക്കലൊന്നുമില്ല, അത് തന്നെയാണ് വിവേചനം. ആണുങ്ങൾ പ്രസവിക്കണമെന്ന് നാളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവേചനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയില്ലേ? ആണുങ്ങൾ എങ്ങനെയാണ് മതപരമായിട്ട് പ്രസവിക്കുന്നതെന്ന് പറഞ്ഞു തരണം. മതപരമായിട്ട് ആണുങ്ങൾ എങ്ങനെ പ്രസവിക്കുന്നു? മതപരമായിട്ട് ആണുങ്ങൾ പ്രസവിക്കുന്നില്ല. എന്റെ അടുത്ത പോയിന്റിലേക്ക് വരാം. ശബരിമല, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരിക. ശബരിമലയിൽ എന്തുകൊണ്ട് സ്ത്രീകളെ കയറ്റാൻ താങ്കൾ അനുവദിക്കുന്നില്ല? അത് മാത്രം പറഞ്ഞാൽ മതി. ഭൗതികതയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഭൗതികതയ്ക്കൊപ്പം ആത്മീയത കൂടി ചേർന്നതാണ് മതം. മാക്സിന്റെ വാക്കുകളെ ഇവിടെ ഉദ്ധരിച്ച് ചേർക്കുമ്പോൾ ആത്മീയമായ ചില വിശ്വാസങ്ങളുടെയും സനാതനമായ ചില ധർമ്മകർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മതം നിർവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശബരിമലയിൽ കയറാത്ത സ്ത്രീക്ക് ആറ്റുകാൽ പൊങ്കാലയിടാൻ പോകാനുള്ള അവകാശം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ എന്തുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് കളിക്കുന്നില്ല? അതൊരു വിവേചനമല്ലേ? സമൂഹത്തിലുള്ള ആ വിവേചനങ്ങളൊന്നും വിവേചനങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ഡിഫറൻഷിയേഷനാണ്. എന്നാൽ മതത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മേരി റോയ്ക്ക് എന്തുകൊണ്ട് സ്വത്ത് കിട്ടിയില്ല? സ്വത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു വിവേചനത്തിൻ്റെ ആവശ്യമില്ല. 2, ശബരിമലയിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞതൊന്നുമല്ല അതിന് കാരണം, അതിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. എന്നാൽ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്ത്രീകൾക്ക് എടുക്കാൻ കഴിയില്ല എന്നൊരു വാദമില്ല. ജസ്റ്റിസ് മുഖർജി നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നിർവചിച്ചിരിക്കുന്നത് 1896 രാജയോഗത്തിൽ നിന്നാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ലൈംഗിക ഊർജ്ജത്തെ അദ്ദേഹത്തിന്റെ ആത്മീയ ഊർജ്ജം ഉത്പാദനം ചെയ്യണമെന്നാണ്. അങ്ങനെ ഉത്പാദനം ചെയ്തുകൊണ്ട് ആരും ശബരിമലയിൽ പോകാത്ത കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും അവിടെ കയറി ചെല്ലാം. കാരണം അവിടെയാണ് വിവേചനം, അത്തരത്തിലാണ് വിവേചനമുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മതം എന്ന് പറയുന്നതിന്റെ മാനവിക മൂല്യങ്ങൾ നമ്മൾ അധിഷ്ഠിതമായി മാനവ കേന്ദ്രീകൃതമായി മതാതീതമായ മാനവികത ഉണ്ടാക്കിയെടുക്കണം. മതം എന്ന് പറയുന്നത് ഒരു വിശ്വാസം മാത്രമാണോ? അത് ഒരു സംസ്കാരത്തിൻ്റെയും നമ്മുടെ ട്രഡീഷൻസിൻ്റെയും എല്ലാം ഒരു ആകത്തുകയല്ലേ? ആ മതം ലിംഗവിവേചനം നിർബന്ധിക്കുന്നുവെങ്കിലും തീർച്ചയായിട്ടും ആത്മീയ നിർവൃതി ഉണ്ടാകാൻ അതൊന്നും ഒരു തടസ്സമല്ല. ശരിയാണോ? സാർ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന മനുവിന്റെ വാക്കുകളെ നമ്മൾ ഉദ്ധരിക്കുന്നുള്ളൂ. മനുവിന്റെ മകൾ ഇടയെക്കുറിച്ച് കാലഘട്ടം ചിന്തിക്കാതെ പോയി. മനുവിനെ പോലും ചോദ്യം ചെയ്യുവാൻ ധൈര്യമുള്ള ഇടയും ബ്രഹ്മവദിനികളായ സ്ത്രീകളും ഗൃഹസ്ഥം നിർവഹിക്കുന്ന സ്ത്രീകളും ഇവിടെ ഉണ്ടായിരുന്നു. യാഗം ചെയ്യുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആത്മീയതയ്ക്ക് അവിടെ പ്രശ്നമുണ്ടാകുന്നില്ല. പക്ഷേ എന്ത് ധർമ്മം ആര് ചെയ്യണം എന്നുള്ളത് ലിംഗപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നിർവചിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു നിർത്തുന്നു. Thank you, Siddharth, and thank you, Ashwini, for your wonderful participation. Now we are moving to the second pair. And next on stage, Aishwarya Tarabhai Anish representing Champaranti SN College. അധ്യാപകരുടെ 2 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ പുസ്തകങ്ങൾ നോക്കി പഠിക്കുക, ഇല്ലെങ്കിൽ ഐശ്വര്യയോട് ചോദിച്ച് മനസ്സിലാക്കുക. I love spending time with my friends and they've all been very important in my life. The government can keep track of people who are investing a lot of money. They can know where. I love spending time at home. My family is my life
and it involves my parents, my grandmother, and my dog Rambo. She is very, very hardworking and a dedicated girl. Speak for India has given me an opportunity to find out where I stand among youth my age. And തിരുവനന്തപുരം മാറിവനീസ് കോളേജിൽ നിന്നും ശ്രീ ഗോകുൽ. യെസ്, എൻ്റെ ലോകത്തിൻ്റെ വലിയൊരു ഭാഗമാണ് എൻ്റെ സുഹൃത്തുക്കൾ. They were like a backbone behind me. ഏത് കാര്യത്തിലും എൻ്റെ സ്വന്തം അഭിപ്രായം ചെറുതിലേ ഉണ്ട്. ഇത്രയും ഉറച്ച തീരുമാനം എനിക്ക് അതൊന്നും ചിന്തിക്കാൻ പറ്റാത്തതായിരുന്നു. അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് മനസ്സിലായി. ഞാൻ ജനിച്ചത് മുതൽ തന്നെ സ്വന്തം ജീവിതം സ്വന്തമായിട്ട് ജീവിക്കാണ്ട് മൊത്തം എനിക്ക് വേണ്ടി ജീവിച്ച രണ്ടുപേരാണ് എൻ്റെ അമ്മയും അച്ഛനും. നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ജീവിതം ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. Yes, please. How much religion do we have in our lives? We have enough religion in our lives to make us hate each other, but not enough to make us love each other. There is religion behind the hot knife that slices through a girl in the dark house of a midwife. There is religion behind the instant divorce that a husband hands to his wife after years of marriage. There is religion behind infant mutilation. There is religion behind male circumcision. Ladies and gentlemen, today I would like to raise 3 main points which tell you how religion and gender discrimination go well together to create a human rights violation. 1, female genital mutilation. 2nd, polygamy. 3rd, the instant talaq. And now it's time for Gokul. Yes, time starts now. And then Bhima washed Draupadi's hair in the blood of the enemy, thus fulfilling her oath. Yes, I come from a culture where monarchy is celebrated with gifts and banquets. I belong to a faith where the concept of Ardhanarishvara is honored and revered. I know of a system where the groom gives mahar to the bride, and I have read in a book about heroines like Deborah, Ruth, and Sarah. Every tradition has assigned roles for both men and women. There are temples where men can't enter and customs where women are forbidden. These restrictions, however, are intrinsically valuable to the followers. Now it's time for debate. 5 minutes. Yes, please. You also come from a culture that 100 years ago burned and pushed women into the pyres of their husbands even if they didn't want to. Friend, dear friend, let me first clarify something. Religion is an institution. And this is an institution cannot ever violate human rights. If sati was committed on people, it was because those people of the day believed that sati was right. It was done as a practice of It religion. was done as a practice, but that practice did not find any institutional support from Hinduism. I would like to point out the Shayara Banu case of 2016, where the woman has to go to court and vouch against triple talaq because she is affected by it. Yes, just it because is- it is it not is- done it in is- countries it is- does hold not on, mean hold it on, doesn't Gokul. exist. Yes, yes, please, Gokul. It is specific to India. It is because our politicians could not muster the courage to abolish triple talaq that we are having it. Pakistan does not have it. Iran does not have it. Saudi Arabia does not have it. Another question. You go. Yes, yes, you can finish the question. You Please go to start. Guruvayur temple tomorrow. Males can only enter half naked. Yes. Why don't you, for the sake of equality, females also enter half naked? We have an answer. Quick answer being lined up. That is a that is a discrimination against men. Okay, that's fine. And I the think time you up. agree to my point No, now. please hold. Time up. The question is, it's not a problem of religions violating human rights. The basic issue is that of the human rights itself as a concept evolving, and what is considered as human rights 500 years ago is not considered as, it's different from what is considered as human rights today, and it will be different in another 200 It's years. relative and specific. Thank you. So, I believe human beings do not live today the way they lived 100 years ago. Human beings do not behave today the way they behaved 100 years ago. Our lifestyle has changed, our clothes have changed, our belief systems have changed. And that is why we have something called human rights, where we feel if my rights are getting violated, then I can go somewhere and vouch for it, because my rights end where yours begin. Religion, on the other hand, have shown considerable resistance to change. Has to have an say for it. Finish. Okay, thank you, Aishwarya. My question is to Gokul.
So Gokul, you feel that there's no need for any change, is it? Ma'am, my answer is culture, religion, these are not customs. These are not set in marble. These change over time. But the thing is, when these change, first we have to understand why something is in place, why a rule is in place. Like I said, like the constitution, religions also practice positive discrimination. It is differentiation and not discrimination. So those things which people impose on us, we can change. Yes, that's the answer. Thank you, Gokul, and thank you, Aishwarya, for the wonderful debate. നമ്മൾ നല്ല അടിപൊളി ഡിബേറ്റ് ഒക്കെ കേട്ടിട്ട് ബ്രെയിൻ ഒക്കെ ടോട്ടലി ഹീറ്റഡ് ആയിട്ടിരിക്കാന്ന് എനിക്കറിയാം. ബട്ട് നൗ ഇറ്റ്സ് ടൈം ടു ആഡ് എ ലിറ്റിൽ ഗ്ലാമർ ടു ദ സ്റ്റേജ്. നമ്മുടെ പ്രിയ സെലിബ്രിറ്റീസിനെ നിങ്ങൾക്ക് സ്റ്റേജിൽ കാണണ്ടേ? മൾട്ടി ടാലന്റഡ് നിരഞ്ജന അനൂപ്, can I please welcome you to the stage? ഇന്ന് നിരഞ്ജന നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണ്ടി ചെറിയൊരു പാട്ടില് ചെറിയൊരു ഡാൻസ് നമുക്ക് ചെയ്യില്ലേ? എല്ലാവർക്കും കാണണ്ടേ അല്ലേ? ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ നേരം ഫാന്റാസ്റ്റിക്, അടിപൊളി, ഉഗ്രൻ. ട്വൈസ് സ്റ്റേറ്റ് അവാർഡ് വിന്നറായ, പാടിയും അഭിനയിച്ചും നമ്മളെല്ലാവരും രസിപ്പിച്ച, യാതൊരു ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ലാത്ത ദ ഗ്രേറ്റ് വിജയ് യേശുദാസ്. ഹായ് വിജയ്. ഹലോ. എന്ത് തോന്നുന്നു ഇന്നത്തെ ഡിബേറ്റ് കണ്ടിട്ട്? ഇവർ ജസ്റ്റ് ഒന്ന് കോളേജ് അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞ് വരുന്നവർ തന്നെ ഇത്രയും എന്താ പറയുക കടിച്ചു പിടിക്കാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും പേടിയാവുന്നു. പക്ഷേ ഐ എം വെരി പ്രൗഡ് ടു ഹാവ് ബീൻ ഹിയർ ടുഡേ. പോകാൻ വരട്ടെ. പോകുന്നില്ല. ഒരു 4 വാക്ക്. 4 വാക്ക് പറഞ്ഞു കഴിഞ്ഞു. പറ്റില്ല. അല്ല 4 വാക്ക് പറഞ്ഞു കഴിഞ്ഞു. 4 വരി. ഓക്കെ, ഐ ടേക്ക് ഇറ്റ്. 4 വരി ഓഫ് എനി സോങ് ഓഫ് യുവർ ചോയ്സ് ഒന്ന് നമുക്ക് പാടിത്തരും. ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാളിൽ തളരുന്നൊരെൻ്റെ തനുതോറും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരേ അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ.